കണ്ണില്ലാത്തവർക്ക് കണ്ണു കൊടുക്കാനോ, കാലില്ലാത്തവർക്ക് കാല് കൊടുക്കാനോ, കൈയില്ലാത്തവർക്ക് കൈ കൊടുക്കാനോ, കരളില്ലാത്തവർക്ക് കരള് കൊടുക്കാനോ. താൻ എന്ത് വേണമെങ്കിലും കൊടുക്കുക, വഴിയിൽ നിന്ന് മാറ്. അങ്ങനെ മാറാൻ പറ്റില്ല സുഹൃത്തുക്കളെ. ഈ പറയുന്നതൊന്നും നമുക്ക് കൊടുക്കാൻ കഴിയില്ല. പക്ഷേ തുണി കൊടുക്കാൻ പറ്റും. അപ്പൊ ഞങ്ങൾക്ക് തുണി വേണ്ടേ? അയ്യോ, നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഉടുത്തിരിക്കുന്ന തുണി ഉരിഞ്ഞു തരാനല്ല ഞാൻ പറഞ്ഞത്. കൊടുങ്കാറ്റും പേമാരിയും കൊണ്ട് നാടും വീടും നഷ്ടപ്പെട്ടവർക്ക് ഉടുതുണി വാങ്ങിക്കൊടുക്കാനുള്ള ഒരു ചെറിയ സംഭാവനയാണ് ഞാൻ ചോദിച്ചത്. അതിനിവിടെ എവിടെയാ കൊടുങ്കാറ്റും പേമാരിയും ഉണ്ടായത്? ഇവിടെങ്ങും അല്ല സുഹൃത്തുക്കളെ, അങ്ങ് ഭാരതത്തിന്റെ വടക്കിഴക്കേ കോണിൽ. നമ്മളെല്ലാം ഭാരതീയരല്ലേ? ഭാരതത്തിന്റെ വടക്കിഴക്കേ കോണിലായാലും തെക്കിഴക്കേ കോണിലായാലും പേമാരി പേമാരി തന്നെ അല്ലേ? താനി വന്നേ. അയ്യോ, കൈ വാങ്ങിക്കാൻ പാടില്ല. ഇതിനകത്തിട്ടാട്ടെ. ദുരിതാശ്വാസ നിധി പേമാരി പേമാരി പേമാരി. ബിരുവന്താണി ഇവിടെ വരൂ. അല്ലെങ്കിൽ വേണ്ട, അവിടെ നിൽക്കേ, ഞാൻ അങ്ങോട്ട് വരാം. നിന്നെ ഞാൻ അകത്താക്കൂടാൻ തോന്നി. ഞാനെന്താ ഈച്ചയോ പൂച്ചയോ പഴുത്ത മാങ്ങയോ വല്ലതാണോ പിടിച്ചകത്താക്കാൻ? നിന്നെ ഞാൻ ലോക്കപ്പിനകത്താക്കുമെന്നാ പറഞ്ഞു. വകുപ്പ് 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 നിന്നെ ഞാൻ ഇതിനു മുമ്പ് താക്കീത് ചെയ്തിട്ടുള്ള പണപ്പിരിവ് നടത്തി ആളുകളെ വഞ്ചിച്ചിട്ട് വകുപ്പ് അറിയണം. അല്ലട ഗുരുവായൂരപ്പ. എന്റെ പേര് അതല്ല, അന്തോണി എന്നാ. ഇവിടെ ഇന്ത്യൻ പീനൽ കോഡ് എന്നൊരു കോഡുണ്ട്. അതിലെ സെക്ഷൻ 118 വായിച്ചിട്ടുണ്ടോ? എന്തോ ഇന്ത്യൻ പീനൽ കോഡിലെ സെക്ഷൻ 118 വായിച്ചിട്ടുണ്ടോ എന്ന്? അല്ലെങ്കിൽ എന്നാ പിടിച്ചോ. If a person sufficiently declarations all the conditions of the locality or somebody give to anybody in the nationalities from tin collections are. tin collections എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഇത് തന്നെ പാട്ടപ്പിരിവ്. From all the tin collections, not to questions or answers in the nation, rather the botheration. വല്ല പിടിയും കിട്ടിയോ? പാട്ടപ്പിരിവ് ഓരോ ഇന്ത്യൻ പൗരന്റെയും ജന്മാവകാശമാകുന്നു. അതിനെ ചോദ്യം ചെയ്യുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്താൽ വയസ്സുകാലത്ത് പെൻഷൻ മേടിച്ച് പിള്ളേര് ഒന്നിച്ച് വീട്ടിൽ കഴിയണമെന്നുണ്ടോ? അതോ? ഇല്ലില്ല, ഞാൻ ചോദ്യം ചെയ്തിട്ടുമില്ല, തടസ്സപ്പെടുത്തിയിട്ടുമില്ല. നിന്റെ ഇഷ്ടം എങ്ങനെയാന്ന് വെച്ചാൽ അങ്ങനെ ആയിക്കോ. കഴിഞ്ഞില്ലേ? എനിക്കൊരു കേസ് അന്വേഷിക്കാം കേട്ടോ. ദോശ എടുത്തി ഒരു ചായ ചോദിച്ചിട്ട് എത്ര നേരമായി? ഇവിടെ ഒരാളല്ലേ ഉള്ളൂ. കുറച്ച് ചമ്മന്തി ഒരു ചായ. സ്വല്പം താമസമുണ്ട്. താമസിക്കാൻ എനിക്ക് സമയമില്ല. എന്നാ പോയിട്ട് വന്നാ മതി. ഇതെവിടുത്തെ മര്യാദയാണ്? ഒരുത്തൻ രാപകൽ അധ്വാനിച്ച് പണവുമായി ചായ കുടിക്കാൻ വരുമ്പോ പോയിട്ട് വരാനോ? ഈ കിളിപാടിയിൽ വേറെ കടയില്ലെന്നാണോ നിങ്ങളുടെ വിചാരം? കടയൊക്കെ ഉണ്ട്, പക്ഷെ അവിടെ കാശ് കൊടുക്കണം. പിന്നെ ഇതെന്തുവാ, പുളിങ്കുരുവാന്നോ? മേലായി കട ഞാൻ കാലുത്തത്തില്ല. അന്തോണി അവിടെ നിന്നേ. അങ്ങനെ വഴിക്ക് വാ. ഇവിടെ തരാനുള്ള കാശ് തന്നിട്ട് പോയാ മതി. ഇവിടെ തന്നാ ഞാൻ അവിടെ എങ്ങനെ കൊടുക്കും? എങ്ങനെ കൊടുത്താലും വേണ്ടല്ല, മര്യാദയ്ക്ക് കാശ് തന്നിട്ട് പോയാ മതി. ഇപ്പൊ തരാൻ പറ്റില്ല. അത് വേണ്ടേ, ഞാനങ്ങോട്ട് എടുത്തോളാം. അയ്യോ, എന്നെ കളിപ്പിക്കാൻ അതൊന്നും നടക്കില്ല. അയ്യോ, ഈ ജഗതമ്മ കളിപ്പിക്കാന്ന് വിചാരിച്ചല്ലേ? അതൊന്നും നടക്കുകയല്ല മോനെ. കടുവായെ കിടുവാ പിടിച്ചെന്ന് കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പോഴാ നേരിട്ട് കണ്ടത്. ഈശ്വരനുണ്ടെന്ന് ഇപ്പൊ പൂർണ്ണ ബോധ്യമായി. ഇനി ഇത്രയും കാലം ഈശ്വരാന്ന് വിളിച്ചു കിടന്ന എന്തിനാ? ഇത്രയും നാൾ വിളിച്ചിട്ട് ഇപ്പോഴാ വിളി കേട്ടെന്ന് കൂട്ടിക്കോളൂ. എണ്ണി എണ്ണി എടുത്തോ, ഗതികെട്ട കാശ, ഗുണം പിടിക്കത്തില്ല. പോണി. അയ്യോ, ഇരുന്നാട്ടെ. ഏതായാലും അന്തോണി പറഞ്ഞിട്ട് പോയത് സത്യമാണ്. ആളുകളെ കബളിപ്പിച്ച കാശല്ലേ. അവരുടെ പേര് തന്നെ തിരുവന്തോണി എന്ന്. പേരെന്തായാലെന്താ, ആള് പണ്ഡിതനോ? ഇന്ത്യൻ പീനൽ കോഡൊക്കെ പച്ചവെള്ളം പോലാ. വാഴക്കുല വേണോ ജഗതമ്മേ? വേണോന്നോ? പിന്നെന്തിനാ അതോടെ കൊണ്ടുവന്നേ? എങ്കിൽ എണ്ണ എടുത്തിട്ട് കാശിങ്ങതാ. പാലോചേട്ടൻ നിന്നെ എണ്ണിയാ മതി. എന്നിട്ട് അതിന്റെ വില പെട്ടിന്നെടുത്തു. കൈ ഒഴിയാഞ്ഞിട്ടാ. വേണ്ട വേണ്ട, അങ്ങനെ എന്നെ വിശ്വസിക്കരുത്. എന്നെ നല്ല അതെറ്റ് ആരെയും വിശ്വസിക്കരുത്.
ജഗദമ്മയുടെ കൈ ഒഴിയുന്നവരെ ഞാനിവിടെ ഇരുന്നോളാം. അല്ല, ഇന്നത്തെ പത്രം വന്നില്ലേ? മത്തായി ബസ് വന്നില്ലല്ലോ. ബസ് വരാതെ കിളിപാടിക്കാർക്ക് പത്രം വായിക്കാൻ ഒക്കുമോ? എല്ലാവരും രാവിലെ വായിക്കുന്ന പത്രം കിളിപാടിക്കാർ വായിക്കുന്നത് സന്ധിക്ക. അതെ, പ്രസിഡന്റിന് ഈ പ്രശ്നം മത്തായി മുതലാളിയുടെ ശ്രദ്ധയിൽ ഒന്ന് പെടുത്തിക്കൂടെ? ഓ, എത്രയോ പ്രാവശ്യം പെടുത്തിയതാ, ഒന്നും നടക്കില്ല. സിസ്റ്റർ വരാഞ്ഞിട്ടാ വണ്ടി വിടാഞ്ഞത്. ഓ, വലിയ ഉപകാരം. ഇനി വിട്ടോ വിട്ടോ. വേഗം വന്നാട്ടെ സാറേ, വേഗം വാ. അങ്ങോട്ട് കയറിക്കേ. ഒരു കിളിപാടി. ചുമ്മാ പാടട്ടെന്ന്, എത്ര വേണമെങ്കിലും പാട്ടെ. കിളിപാടിയിലേക്കുള്ള ഒരു ടിക്കറ്റ് വേണമെന്ന് പറഞ്ഞത്. ആന്നോ? ഇങ്ങോട്ടിരിക്കും, ഞാനും കിളിപാടിയിലേക്കാ. ഇങ്ങോട്ടിരിക്കും. സ്വല്പം നീക്കി. ഓ, വന്ന് കയറിയപ്പോഴേക്കും നല്ലൊരു സുഹൃത്തിനെയാണല്ലോ കിട്ടിയത്. നമസ്തേ. ഞാൻ കിളിപാടിയിൽ അപരിചിതനാണ്. അതിനെന്തിനാ ഈ കൈ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്? ഇത് എവിടത്തെ നമസ്തയാ? ഇത് ഞങ്ങളുടെ അടയാളമാണ്, LIC. ചതിച്ചോ ഭഗവാനെ, ഇൻഷുറൻസ് ചെയ്യണ്ടാന്നോ? ഇല്ല സുഹൃത്തെ, LIC ആരെയും ചതിച്ചിട്ടില്ല, രക്ഷിച്ചിട്ടേ ഉള്ളൂ. അതായത് നമ്മളിപ്പോ ബസ്സിൽ യാത്ര ചെയ്യും, പോകുന്ന വഴിക്ക് തലയും കുത്തി. ഇവിടെ വെച്ച് നിർത്തില്ല, ഭഗവാനാണ് ഇനി ബസ്സിൽ നിർത്തി ചാടും. ഓ ശരി, എങ്കിൽ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. പോരെ? ആ. എടാ, നമ്മുടെ എഴുത്തണ്ടല്ലേ പപ്പൻ ചേട്ടൻ ഇരിക്കുന്നു. പപ്പൻ ചേട്ടോ, ഗർഭമായിരിക്കും എന്തോ ചെയ്യണം? നിർദോഷമായ നല്ലൊരു ക്വസ്റ്റ്യൻ. ആൻസർ പറഞ്ഞു കൊടുക്കും പപ്പൻ ചേട്ടാ. അത് വീട്ടിൽ ചെന്ന് അച്ഛനോടും അമ്മയോടും ചോദിച്ചോ പോരെ മക്കളെ, എന്തിനാണ് പപ്പൻ ചേട്ടൻ ഉപദ്രവിക്കുന്നത്? കൈ കൊടുക്ക. അതൊക്കെ ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം. പിന്നെ ഞാൻ എന്തിനാ നിങ്ങളുടെ MLA ആണെന്ന് പറഞ്ഞ് നടക്കുന്നത്? അപ്പൊ പറഞ്ഞൊക്കെ മനസ്സിലായല്ലോ. അടുത്ത അസംബ്ലിയിൽ ഈ കാര്യം ഞാൻ അവതരിപ്പിച്ചിരിക്കും. എന്നാ പോരെ? നമസ്കാരം. മാത്തച്ഛൻ മുതലാളി ബംഗ്ലാവിലുണ്ടോ തോമസേ? മുതലാളി ഇന്ന് ബാംഗ്ലൂരിൽ നിന്ന് വന്നേ ഉള്ളൂ സാർ. മകളെ കാണാൻ പോയിരുന്നു. മടങ്ങി വന്നോ ഇല്ലയോ എന്ന് ഒരു സംശയം ഉണ്ടായിരുന്നു. ഒന്ന് വേഗം ഇറങ്ങിയാട്ടെ, അടുത്ത ട്രിപ്പ് പോകണം. ആ, ആദ്യം ആ കൊട്ടായി എടുത്ത്. ആ, ഇങ്ങോട്ട് നീ ഇങ്ങോട്ട്. ആ, പതുക്കരണേ. ആ, കയറങ്ങ. ഒന്ന് വേഗം ഇങ്ങോട്ട് മാറ്റേ. ഇതാണോ കിളിപാടി? കിളിവാടിക്ക് ഇനിയും പോണം. ബസ് അങ്ങോട്ട് പോകത്തില്ല, റോഡ് മഹാമോശമാണ്. എന്നിട്ട് പിന്നെ കിളിപാടിന്ന് ബോർഡ് വെച്ചിരിക്കുന്നതോ, അങ്ങോട്ടുള്ള ചാർജ് വാങ്ങിച്ചതോ? അതിന് ഇവിടെ വരെങ്കിലും കൊണ്ടൊന്ന് വിട്ടില്ലേ, ബാക്കി നടന്നു പോയേ പറ്റൂ. ഇത് എവിടത്തെ ന്യായം? ഇത് കേട്ടാ ഇവിടെ നടക്കുന്ന ബാക്കി കാര്യങ്ങൾക്ക് ന്യായമാണ് തോന്നുമല്ലോ. ഞങ്ങളുടെ ഈ ബുദ്ധിമുട്ട് സാറ് കാണുന്നുണ്ടോ? ഇന്ന് മത്തായി മുതലാളിയെ കാണുമ്പോ സാറ് ഈ റോഡിന്റെ കാര്യം ഒന്ന് പറഞ്ഞ് ശരിയാക്കണം. വാസ്തവത്തിൽ ഇത് കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നുന്നു. ഈ കാര്യം പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇന്ന് മുതലാളിയെ കാണാൻ പോകുന്നത്. അപ്പൊ വരട്ടെ. ആഹാ, കിളിപാടി വരെ നടക്കാൻ പോവാണ്. ഇങ്ങോട്ട് കേരളില്ലാമേ, ഞാൻ എസ്റ്റേറ്റിലേക്കാ. ചുമ്മാ കേറണം സിസ്റ്റർ. ബുദ്ധിമുട്ടാവുമോ? സമയം കളയാതെ കേറുന്നെങ്കിൽ കേറ്. ഇതാരാ?
ഇതെന്തോന്ന് കഥ കളിയോ അതോ പന്ത് കൊടുത്തോ? ഇത് രണ്ടുമല്ല. ഞാനൊരു LIC ഏജന്റാണ്. ഇതാണ് ഞങ്ങളുടെ അടയാളം. അതായത് നമ്മുടെ ഭാരതത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും താങ്ങി പിടിച്ചുകൊണ്ട് ഇങ്ങനെ. അപ്പാ കെട്ടൊക്കെ വണ്ണിലോട്ട് വയ്ക്കേ. പുള്ളിക്കാരൻ കിളിപാടിലേക്കാ കേറിക്കോട്ടോന്ന്. വേണ്ട. അപ്പൊ പിന്നെ നമുക്ക് കിളിപാട് വെച്ച് കാണാം. വരട്ടെ? വേണ്ട വേണ്ട, നീ നടന്നു വന്നാ മതി. പുള്ളിക്കാരൊരു കൂട്ട് വേണ്ടേ? ആ ലീലാമ്മയും മരുന്നൊക്കെ ഹെൽത്ത് സെന്ററിൽ ഉണ്ടാവും. ലീലാമ്മ കയറി. പോട്ടെ, സാരല്ലേ. നമുക്ക് ഈ പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് ഈ കുളിർക്കാറ്റൊക്കെ ഒന്നേറ്റ് സാവധാനം നടന്നു പോവാ. അതാ സുഖം. അല്ല പോകാതിരുന്ന് നന്നായി. അവരൊരു കൊച്ചു വർത്താനം കേട്ടുകൊണ്ട് നമ്മൾ എത്ര നേരം ഉണ്ടായിരിക്കും? അയ്യോ, അന്ന് നമുക്ക് പോയിരുന്നു കേട്ടോ. ഉദാരമായി സംഭാവനയാണ് സാർ. ഒട്ടും മടിക്കേണ്ട കാര്യമില്ല. ആറാട്ടിന് കൊണ്ടുവന്ന ഒരു ആന 7 പേരെ കുത്തിക്കൊന്നു സാർ. എത്ര പേരെ? 7 പേരെ. 7 കുടുംബങ്ങളിലും കൂടി 7 56 മനുഷ്യ ജീവിതങ്ങളെ പട്ടിണിയിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി ഉദാരമായി സംഭാവനയാണ് സാർ. നിർത്ത്. ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഈ 7 പേരിൽ ഒരാള് പോലും ഇൻഷൂർ ചെയ്തിരുന്നില്ലേ? അയ്യോ ഇല്ലല്ലോ സാർ, അതവർക്ക് അറിയില്ലായിരുന്നു. കഷ്ടം. കണ്ടോ എത്ര ലക്ഷം രൂപയാണ് ആ കുടുംബങ്ങൾക്ക് നഷ്ടപ്പെട്ടെന്ന് നോക്കൂ. അപകടങ്ങൾ ഓർക്കാപ്പുറത്താണ് തല്ലി വന്നു വീഴുന്നത്. കരുതിയിരിക്കുന്നതാണ് ബുദ്ധി. അതൊക്കെ പോട്ടെ, താങ്കൾ ഇൻഷൂർ ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. എങ്കിലും ഉടനെ ചെയ്യണം. താങ്കളുടെ തൊഴിൽ വെച്ച് നോക്കുമ്പോ കയ്യും കാലും ഇൻഷൂർ ചെയ്യുന്നതാണ് നല്ലത്. കാര്യം ഇതുപോലുള്ള തൊഴിൽ കൊണ്ട് നടക്കുന്നവരുടെ കയ്യും കാലും ആളുകൾ തല്ലി ഒടിക്കും. അപ്പൊ ഇൻഷൂർ ചെയ്താൽ വീണു പോയാലും പട്ടിണി കൂടാതെ കഴിയാം. എന്തു പറയണു? എഴുതട്ടെ ഒരു പോളിസി? അല്ല ഒന്നുമില്ല. പോയി വാ മോനെ, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാം. കുറെ കാലം ഞാൻ ഇവിടെ ഉണ്ടാവും. എങ്കിൽ നമുക്കൊരു ഐക്യ മുന്നണിയായിട്ട് നീങ്ങിയാലോ? തെരഞ്ഞെടുപ്പ് വരികയല്ലേ? വേണ്ട വേണ്ട, ഒരു മുന്നണിയും വേണ്ട. പിരിവ് വേറെ, LIC വേറെ. സ്ഥലം ഇവിടെ. ഇവൻ എവിടുന്ന് വന്നടാ? അതിരിക്കട്ടെ, ഇവിടെ തന്നെ വരാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? ആരെങ്കിലും പറഞ്ഞയച്ചതാണോ അതോ? ആരും പറഞ്ഞയച്ചതല്ല, സ്വയം തോന്നി വന്നു, അത്രേ ഉള്ളൂ. കണ്ടോ, ഇതാണ് ദൈവനിശ്ചയം എന്ന് പറയുന്നത്. എനിക്കൊരു സഹായിയെ വേണമെന്ന് കുറെ നാളുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു. ഉടനെ ദൈവം അയച്ചെന്ന് കണ്ടോ? എന്ത് സഹായമാണ് നിനക്ക് വേണ്ടത്? നിനക്ക് സഹായത്തിന് ഞാനില്ലേ ചെറിയ ഇവിടെ? നിങ്ങളുടെ ഒരു സഹായം ഒന്നും വേണ്ടാതെ മനുഷ്യ അവിടെ. നിങ്ങൾക്ക് ചായക്കടപ്പണി വല്ലതും അറിയാവോ? ഞാനൊരു ഇൻഷുറൻസ് ഏജന്റ് ആണ്. ആയിക്കോട്ടെ, ചായക്കടപ്പണി ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം. ഇവിടെ വരുന്നവരെയൊക്കെ ഇൻഷുർ ചെയ്യുകയും ചെയ്യാം. സമ്മതാണോ? ഓ സമ്മത. ആ എങ്കിൽ പെട്ടി എടുത്തകത്ത് വയ്ക്കൂ. അപ്പൊ എന്റെ പെട്ടിയോട് ജഗതേ. അതെടുത്ത് പുറത്തോട്ട് വയ്ക്കും. ജഗതേ ഇങ്ങോട്ട് നീങ്ങുന്നേ. ബാ. ആ ആദ്യമായിട്ട് ഇദ്ദേഹത്തെ ഒന്ന് ഇൻഷൂർ ചെയ്യുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. പണം കിട്ടും. കിട്ടുവോ? പിന്നെ ഭാഗ്യം ഭാഗ്യം പറഞ്ഞിരുന്നില്ല. ഭാഗ്യം കണ്ട. ഭാഗ്യം നിങ്ങളെ വിളിക്കുന്നു. കേരള തൊടണ്ടേ, കർണാടക തൊടണ്ടേ, ആന്ധ്ര തൊടണ്ടേ, തമിഴ്നാട് തൊണ്ടനെ. പൗലോസിയേട്ടൻ മനസ്സിലാക്കണം, എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞ് ഇൻഷൂർ ചെയ്യാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. മറ്റുള്ള കാര്യങ്ങളുടെ കൂടെ അതും അങ്ങ് നടന്നു പോയിക്കൊള്ളും. അതാണ് ഇൻഷുറൻസിനുള്ള ഗുണം. എന്നാ ഇനി ഞാനൊരു കാര്യം പറയട്ടെ. ഞങ്ങൾ എല്ലാവരും നല്ലപോലെ അധ്വാനിക്കും. അനാവശ്യ ചെലവ് ഒന്നും തന്നെ ഇല്ല. ആഴ്ചയിൽ 2 ദിവസം എനിക്ക് കുറേശ്ശെ ചാരായം കുടിക്കണം. എന്ന് വെച്ചാൽ ഓരോ കുപ്പി, അത്രേ ഉള്ളൂ. കൂടുതലല്ല. നല്ല പോലെ അധ്വാനിക്കുന്നവർ ആഴ്ചയിൽ 2 ദിവസം ചാരായം കുടിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ബാക്കി 5 ദിവസം എനിക്ക് കള്ളു മതി. അതാണ് അതിന്റെ ഒരു ചിട്ട. ഓഹോ, അങ്ങനെ ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ആ ഇതിനുള്ള കാശ് കഴിഞ്ഞാൽ പിന്നെ ചെലവിനുള്ള കാശേ കാണൂ. പിന്നെ എങ്ങനെ ഇൻഷുർ ചെയ്യും? കാശ് തരണ്ടേ? അപ്പോ ഈ നിൽക്കുന്ന മോളമ്മയുടെ ഭാവിയെ കുറിച്ച് എന്താ തീരുമാനം? അവള് ഞങ്ങൾക്ക് ഒറ്റ മോളാ. അവക്ക് കൊടുക്കാനുള്ള പൊന്നും പണമൊക്കെ ഞങ്ങൾ നേരത്തെ കരുതി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ അവിടെ പഠിത്തം കൂടി കഴിഞ്ഞാൽ കൊള്ളാവുന്ന ഒരുത്തിന് അവളെ കെട്ടിച്ചു കൊടുക്കും അല്ലേ? ആ ചെറുക്കനെ ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്. കണ്ടുവച്ചെന്നല്ലേ ഉള്ളൂ, വാക്കൊന്നും കൊടുത്തിട്ടില്ലല്ലോ. എന്താ വേറെ ചെറുക്കനുണ്ടോ? ചെറുക്കനൊക്കെ ഉണ്ട്. വേണമെങ്കിൽ നമുക്കൊരു ആലോചന നടത്താമായിരുന്നു. ആര് കാണാനൊക്കെ മിടുക്കനാണ്. അയ്യോ പിന്നെ
ഏകദേശം എന്നെ പോലെ ഇരിക്കും. എനിക്കൊന്നും വേണ്ട. അതെന്താ മോളമ്മ അങ്ങനെ പറഞ്ഞത്? സാറിനെ പോലെയാ ഇരിക്കുന്നു പറഞ്ഞോണ്ടായിരിക്കും. എനിക്ക് എന്താ ഒരു കുറ്റം? അത് മാത്രം സാറ് ചോദിക്കരുത്. എന്താ? ഞാൻ പറഞ്ഞാൽ സാറ് കരയും. എങ്കിൽ അതൊക്കെ പോട്ടെ. ഇൻഷുറൻസിന്റെ കാര്യം എങ്ങനെയാ? സാറ് ഇപ്പൊ പോ, ഞാൻ പിന്നെ അറിയിക്കാം. ഇനി ഞാൻ പോയേക്കാം. മോളമ്മ കത്തി വെച്ചത് എന്റെ ലൈഫിനെയാ. ദേ, ഞാൻ സാറിനെ കാത്തു നിൽക്കുകയായിരുന്നു. എന്താ കാര്യം? സാർ ഒരു പോളിസി എടുക്കണം. എനിക്കെന്തിനാണോ പോളിസി? ഞാൻ ഈ നാട്ടുകാർക്ക് വേണ്ടി എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഈ നിയോജക മണ്ഡലത്തിലെ ആജീവനാന്ത MLA ആണ്. ഉറപ്പാ. സാറിനൊന്നും തോന്നരുത്. ഞാനൊരു സത്യം പറയാം. സാറിന്റെ സ്ഥലപ്രവൃത്തിയെ പറ്റി ഇവിടുത്തെ ആൾക്കാരിൽ നിന്നും അറിഞ്ഞിടത്തോളം സാറിന് ലൈഫ് ഇൻഷുറൻസ് വളരെ ആവശ്യമാണ്. ഒരു വലിയ തുകയ്ക്ക് ധൈര്യമായി എടുക്കാം. അങ്ങേയറ്റം പോയാൽ 2 പ്രീമിയത്തിൽ കൂടുതൽ കെട്ടേണ്ടി വരില്ല. തീർച്ച 2 വർഷത്തിനകത്ത് മുഴുവൻ തുകയും ഭാര്യയ്ക്കും മക്കൾക്കും കിട്ടും. താനെന്താ പറയുന്നത്? 2 കൊല്ലത്തിന് ഞാൻ മരിച്ചു പോകുന്നു. പിന്നെ മുഖസ്തുതി പറയല്ല, അത്രയും വേണ്ടി വരില്ല. അതിനകത്ത് തന്നെ അത് സംഭവിച്ചോളൂ. ഓരോടുന്ന് താൻ ആരോടാണ് സംസാരിക്കുന്നറിയോ? ചേട്ടാ, ഒരു നല്ല കാര്യം ചെയ്യാന്ന് വിചാരിച്ചപ്പോ വേണ്ടെങ്കിൽ വേണ്ട, പിന്നെ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നോക്കിച്ചിട്ട് കാര്യമില്ല. എന്താ ഇത്? ഇവിടെ പിരിവെടുത്താണോ? ഇത് പിരിവല്ല സുഹൃത്തെ, ഞാൻ ലോൺ എടുക്കുകയാണ്. ലോൺ. ലോണോ? ഇതെന്താ ബാങ്കോ ലോൺ എടുക്കാൻ? എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ബാങ്കാണ്. എന്റെ ഈ കാശ് കിട്ടുമ്പോ ഞാൻ പലിശ സഹിതം ഇതിനകത്ത് കൊണ്ടുവന്ന് ഇടും. നേരാണോ തോണിച്ച? പിന്നെ ഞാനിപ്പൊ എടുത്തതല്ലേ കണ്ടുള്ളൂ. ഞാൻ കൊണ്ടുവന്ന് ഇടുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല, കാണില്ല. കാരണം നിങ്ങൾ ആരും നല്ലത് കാണില്ല. ഒരുത്തന്റെ തെറ്റുകൾ മാത്രമേ കാണൂ. സുഹൃത്തെ, ഇത് ശരിയല്ല. നിങ്ങൾക്കറിയാമോ ഇതിനെപ്പറ്റി ടോൾസ്റ്റോയ് എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന്? ഐ വണ്ടേഴ്സ് വിത്ത് കൺട്രീസ് സീ റൈറ്റ് ആൻഡ് റോങ്, ഓ മാൻ. ഇറ്റ് ഈസ് എ റോങ് ആൻഡ് റൈറ്റ് ആൻഡ് റോങ്. യുവർ ഐസ് ഡസ്റ്റ് ആൻഡ് യു ഡസ്റ്റ് അതേഴ്സ് ഐസ്. ആശുപത്രിയിൽ നേരിട്ട് ചെന്ന് ജാമ്യം കൊടുത്ത ചരിത്രമുണ്ടോ? ഇതുപോലൊരു ജനാധിപത്യം ഈ ഭൂമുഖത്ത് എവിടെയെങ്കിലും ഉണ്ടോടാ പത്രോസേ? ജനാധിപത്യമല്ല പൗലോസ് ചേട്ടാ, ജനാധിപത്യ സോഷ്യലിസം. നമ്മൾ സോഷ്യലിസത്തിലേക്ക് ത്വരിതഗമനം ചെയ്തുകൊണ്ടിരിക്കുകയാവുന്നു. എന്നിട്ടും നമ്മുടെ മുക്കിനെ പറ്റി അപവാദം പറയുന്നവരെ തൊഴിക്കണം. ഉദ്യോഗസ്ഥന്മാർക്ക് പരിശോധിക്കാൻ സ്വാതന്ത്ര്യം, മത്തായി മുതലാളിക്ക് അവരെ തൊഴിക്കാൻ സ്വാതന്ത്ര്യം, ഇതെല്ലാം പൊട്ടിച്ചെടുക്കാൻ മുഖ്യമന്ത്രിക്ക് സ്വാതന്ത്ര്യം. ഇതല്ലേ യഥാർത്ഥ ജനാധിപത്യ സോഷ്യലിസം? ബസിന്റെ കാര്യത്തിൽ ഇനി എന്തെങ്കിലും ഒരു തീരുമാനം എടുത്താലേ ശരിയാവില്ല. എന്തൊരു കഷ്ടപ്പാടാ നോക്കണേ. നാളെ ബസ് അവിടെ നിർത്തട്ടെ. വന്നാട്ടെ സാർ, വരണം സാർ, വന്നാട്ടെ. ഇരിക്കണം, ഇരിക്കണം സാർ. സാർ എപ്പോഴും പറയാറില്ലേ ഈ പണി നിർത്തണം, തെറ്റല്ലേ, ദോഷമല്ലേ എന്നൊക്കെ. സാറ് കണ്ടോ, എന്റെ അപ്പനാണ്. 7 വർഷമായി ഇതേ കിടപ്പിലാണ്. ജൈനമ്മേ, എന്റെ പെങ്ങളാ. വയസ്സ് 20ആയി. ഞങ്ങൾ 3 പേരുടെയും ചെലവ് നടക്കണം. അപ്പന് മരുന്നും കഷായമൊന്നും പറഞ്ഞ് ദിവസം 5-8 രൂപ വേണം. പലപ്പോഴും തോന്നിയതാ
ഇവർക്ക് വിഷം കൊടുത്തിട്ട് ഞാനും അങ്ങ് കഴിച്ചാലോ എന്ന്. പക്ഷെ അതൊരു പരിഹാരമാവില്ലല്ലോ. ഞാൻ എന്ത് ചെയ്യണം സാർ? കൈ നീട്ടി തെണ്ടുന്നതിന് പകരം പാട്ട് നീട്ടി കാണിക്കുന്നു എന്ന് മാത്രം. ഞാനിത് നിർത്തണോ സാർ?